ലോക്സഭാ തെരഞ്ഞെടുപ്പ് അഞ്ചാം ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തിൻ്റെ ന്യൂനപക്ഷങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിച്ചിട്ടുണ്ടോ എന്ന പരിശോധനയിലായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകർ. ന്യൂനപക്ഷ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നതിൽ പാർട്ടികൾ പിന്നോട്ടു പോകുന്നു എന്നാണ് കണക്കുകളെല്ലാം വ്യക്തമാക്കുന്നത്. 2019 പൊതു തെരഞ്ഞെടുപ്പിൽ 118 മുസ്ലിം സ്ഥാനാർത്ഥികളെയാണ് മുഖ്യ പാർട്ടികൾ മത്സരിപ്പിച്ചത്. എന്നാൽ ഇത്തവണ അത് 78 കുറഞ്ഞിരിക്കുന്നു. BJP ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ മാത്രമാണ് മത്സരിപ്പിക്കുന്നത്. 2019 26 മുസ്ലിം MP-മാരാണ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. 4 പേർ മാത്രമാണ് കോൺഗ്രസ് ടിക്കറ്റിൽ വിജയിച്ചത്. തൃണമൂൽ കോൺഗ്രസും 4 പേരെ വിജയിപ്പിച്ചു. BSPയും SP-യും 3 സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചപ്പോൾ CPM-ഉം NCP-യും ഓരോ MP-മാരെ ലോക്സഭയിൽ എത്തിച്ചു. AIUDF, ലോക് ജൻശക്തി പാർട്ടി, മുസ്ലിം ലീഗ്, ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് എന്നിവരും മുസ്ലിം MP-മാരെ പാർലമെന്റിൽ എത്തിച്ചു. ഇത്തവണ BSP-യാണ് ഏറ്റവും കൂടുതൽ മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്. 35 പേരെ അവർ മത്സരിപ്പിക്കുന്നുണ്ട്. ഇതിൽ 17 പേരും ഉത്തർപ്രദേശിലാണ്, 4 പേർ മധ്യപ്രദേശിലും മത്സരിക്കുന്നു. ബീഹാർ, ഡൽഹി, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ BSP 3 വീതം മുസ്ലിം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നു. രാജസ്ഥാൻ, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ ഓരോ മുസ്ലിം സ്ഥാനാർത്ഥികളെയും BSP നിർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BSP 39 മുസ്ലിം സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയത്. ഇതിൽ 3 പേർ വിജയിച്ചു. ഇത്തവണ UP-യിൽ BSP 17 മുസ്ലിം സ്ഥാനാർത്ഥികളെ ഇറക്കിയെങ്കിൽ SP-യുമായി സഖ്യമുണ്ടാക്കി മത്സരിച്ച കഴിഞ്ഞ തവണ ഇത് 6 ആയിരുന്നു. BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ വേണ്ടിയാണ് BSP UP-യിൽ മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തിയത് എന്ന ആരോപണം കോൺഗ്രസും SP-യും ഉയർത്തിക്കഴിഞ്ഞു. അതേസമയം കോൺഗ്രസ് ഇത്തവണ 19 മുസ്ലിം സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിരിക്കുന്നത്. പശ്ചിമ ബംഗാളിലാണ് കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷ സ്ഥാനാർത്ഥികളെ നിർത്തിയത്. 6 പേർ പാർട്ടി ടിക്കറ്റിൽ ജനവിധി തേടുന്നുണ്ട്. ആന്ധ്ര, അസം, ബീഹാർ, UP എന്നിവിടങ്ങളിൽ 2 വീതം സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് മത്സരിപ്പിക്കുന്നത്. കോൺഗ്രസ് OBC സംവരണം തട്ടിയെടുത്ത് മുസ്ലിങ്ങൾക്ക് നൽകുന്നു എന്ന് BJP ആരോപണം ഉന്നയിച്ച കർണാടകയിൽ കോൺഗ്രസ് മത്സരിപ്പിച്ചത് ഒരൊറ്റ മുസ്ലിം സ്ഥാനാർത്ഥിയെയാണ്. കേരളത്തിലും ഒരൊറ്റ മുസ്ലിം സ്ഥാനാർത്ഥി മാത്രമാണ് കോൺഗ്രസിനുണ്ടായിരുന്നത്, വടകരയിൽ ഷാഫി പറമ്പിൽ. ലക്ഷദ്വീപ്, ഒഡീഷ, തെലങ്കാന എന്നിവിടങ്ങളിലും ഓരോ സ്ഥാനാർത്ഥിയെ വീതം കോൺഗ്രസ് നിർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നിർത്തിയത് 34 മുസ്ലിം സ്ഥാനാർത്ഥികളെയായിരുന്നു. ഇതിൽ 10 പേർ ബംഗാളിലും 8 പേർ UP-യിലുമായിരുന്നു. 4 പേർ വിജയിച്ചു. 328 സീറ്റിലാണ് കോൺഗ്രസ് ഇത്തവണ മത്സരിക്കുന്നത്. കോൺഗ്രസ് 464 സീറ്റിൽ മത്സരിച്ച 2014 തെരഞ്ഞെടുപ്പിൽ പാർട്ടി ടിക്കറ്റ് നൽകിയത് 31 മുസ്ലിം സ്ഥാനാർത്ഥികൾക്കായിരുന്നു. ഇതിൽ 3 പേർ മാത്രമാണ് വിജയിച്ചത്. 6 മുസ്ലിം സ്ഥാനാർത്ഥികളെയാണ് തൃണമൂൽ കോൺഗ്രസ് ഇത്തവണ മത്സരിപ്പിക്കുന്നത്. ഇതിൽ 5 പേരും TMC-യുടെ ഹോം ഗ്രൗണ്ടായ ബംഗാളിൽ തന്നെയാണ് ജനവിധി തേടുന്നത്. അസമിലാണ് മറ്റൊരു മുസ്ലിം സ്ഥാനാർത്ഥിയെ TMC മത്സരിപ്പിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ വരുന്നു.